Hi students, welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. Income tax planning and management ആണ് നമ്മളുടെ പോർഷൻ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിന്റെ പേര് ഇൻകം ടാക്സ് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരാൾ ടാക്സ് പ്ലാൻ ചെയ്യുന്നത്. ടാക്സ് പ്ലാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താണ്, എങ്ങനെയാണ് അത് വഴി അല്ലെങ്കിൽ പല പല ബെനഫിറ്റ്സും അയാൾ എടുത്തതിന് ശേഷം എങ്ങനെയാണ് അയാളുടെ ടോട്ടൽ ഇൻകം കുറയ്ക്കുന്നത്, അതുപോലെ തന്നെ അയാളുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നത്. So today we are going to discuss some of the important points regarding tax planning applicable to individuals or the financial decision which is taken by an individual in relation to tax planning. അതായത് ഒരു പെർട്ടിക്കുലർ അസറ്റിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ that particular person can reduce his tax liability. Okay, so എപ്പോഴും നമുക്കറിയാം അഗ്രികൾച്ചറൽ ഇൻകം ഇസ് എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ് എന്ന്. സോ ആൻ individual may plan his activities in such a way that the income must be derived from an agricultural income. എപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ, നമുക്കറിയാം കൂടുതൽ ബിസിനസ് ഒക്കെ ഒരുപാട് നടത്തുന്നവർ അഗ്രികൾച്ചറിലോട് തിരിയുന്ന എന്തെന്ന് വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഇസ് ഡിഡക്റ്റഡ്, ഇസ് എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ്. അപ്പോൾ എപ്പോഴും അഗ്രികൾച്ചറൽ ഇൻകത്തിലോട്ട് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, ഇറ്റ് ഈസ് എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ്. ദെൻ ഇൻകം ഓഫ് മൈനർ ചൈൽഡ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. ഇൻഡിവിജ്വൽസിന്റെ ടാക്സ് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽസിന്റെ ടാക്സ് പ്ലാനിങ്ങിന്റെ കാര്യം പറയുമ്പോൾ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇൻകം ഓഫ് മൈനർ ചൈൽഡ്. നമുക്കറിയാം ഇൻകം ഓഫ് മൈനർ ചൈൽഡ് മസ്റ്റ് ബി ആഡഡ് വിത്ത് ദ ഇൻകം ഓഫ് പേരന്റ് ഹൂസ് ടോട്ടൽ ഇൻകം ഇസ് ഗ്രേറ്റർ. ആരുടെ ഇൻകം ആണോ കൂടുതൽ അയാളുടെ ഇൻകത്തിന്റെ കൂടെയാണ് ഇൻകം ഓഫ് മൈനർ ചൈൽഡ് ആഡ് ചെയ്യുന്നത്. ബട്ട് ഇൻ സം കേസസ് ഇൻകം ഓഫ് അയാൾക്ക് 1500 rupees ഡിഡക്ഷന് കിട്ടും. ഏത് പാരന്റിനാണോ നമ്മൾ ഏത് പാരന്റിന്റെ ഇൻകത്തിന്റെ കൂടാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് ആ പാരന്റിന് 1500 rupees ഡിഡക്ട് ചെയ്യാം അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 32. അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 32. ഇനി ഒരു മൈനർ ചൈൽഡ് അയാളുടെ മാനുവൽ വർക്ക് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് നോളജ് വഴിയാണ് ഇൻകം ഡിറൈവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് പെർട്ടിക്കുലർ ഇൻകം must not be clubbed with his parents. ആ പെർട്ടിക്കുലർ ഇൻകം അയാൾ എന്ത് ചെയ്തിട്ടില്ല, ആ ഇൻകം ഫ്രം മൈനർ ചൈൽഡ് അയാളുടെ ഇൻകം തന്നെ അല്ലെങ്കിൽ ആ മൈനർ ചൈൽഡ് ഇൻകം ആയിട്ട് അത് അസ്യൂം ചെയ്യും. അത് പാരന്റിന്റെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യില്ല. ഇഫ് ദ ഇൻകം ഇസ് ഏൺഡ് ബൈ ഹിം അല്ലെങ്കിൽ ബൈ ദാറ്റ് പെർട്ടിക്കുലർ മൈനർ ചൈൽഡ് ത്രൂ ഹിസ് മാനുവൽ വർക്ക് ഓർ സ്പെഷ്യലൈസ്ഡ് നോളജ്. ഓക്കെ, ഇനി അപ്പൊ ഇതെല്ലാം ഇനി ഹാൻഡിക്യാപ്ഡ് മൈനർ ചൈൽഡ് ആണെന്നുണ്ടെങ്കിലും ശരി അല്ലെങ്കിൽ ഫിസിക്കലി ചാലഞ്ച്ഡ് മൈനർ ചൈൽഡ് ആണെങ്കിലും ശരി അവിടെയും ഒരു ഡിഡക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ മൈനർ ചൈൽഡിന്റെ ഇൻകം ആ മൈനർ ചൈൽഡിന്റെ ഇൻകം ആയിട്ട് നമ്മൾ ക്ലബ് ചെയ്യും. നോട്ട് ഫിസിക്കലി ചാലഞ്ച് ആയിട്ടുള്ള മൈനർ ചൈൽഡിന്റെ ഇൻകം ഇസ് നോട്ട് ക്ലബ്ഡ് വിത്ത് ദ ഇൻകം ഓഫ് പാരന്റ്. ഓക്കെ, ഇനി അങ്ങനെ ഈ മൈനർ ചൈൽഡ് ഒരു സ്പെഷ്യലൈസ്ഡ് നോളേജോ അല്ലെങ്കിൽ മാനുവൽ വർക്കിൽ കൂടെയോ ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ ഇൻകം അത് ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇറ്റ് ഇസ് എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ്. ടാക്സ് ഫ്രീ സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ്. നമ്മൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 15 അനുസരിച്ച് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്ഷൻ 10 ആ പെർട്ടിക്കുലർ സെക്ഷനിൽ വരുന്ന സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതൊരു സെക്യൂരിറ്റീസ് ആണ്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇസ് എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ്. ഓക്കെ, ഇത്രയും മൈനർ ചൈൽഡിന്റെ കേസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഇൻഡിവിജ്വൽസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വൈൽ പ്ലാനിങ് ടാക്സ്. നമ്മളിപ്പം ടാക്സ് കൊടുക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക കൂടുതലായിട്ടും അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. Then husband may transfer the income generating asset to his wife which are not making any income. For example, എന്തെങ്കിലും ജ്വല്ലറീസ് ഹസ്ബൻഡിന്റെ കയ്യിലുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ജ്വല്ലറി വൈഫിന്റെ കയ്യിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ ആ വൈഫിന്റെ കയ്യിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ പെർട്ടിക്കുലർ ജ്വല്ലറിക്ക് വൈഫിന്റെ കയ്യിലാണ് ടാക്സബിൾ, ഇറ്റ് ഇസ് നോട്ട് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഹസ്ബൻഡ്. ചിലപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി അയാളുടെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കാം, ചിലപ്പോൾ ടാക്സ് അടക്കേണ്ടി പോലും വരത്തില്ല. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഇൻകം ജനറേറ്റിംഗ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് വൈഫിന്റെ കയ്യിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം.
Then income earned by spouse. അത് നമ്മൾ ക്ലബിംഗ് ഓഫ് ഇൻകത്തിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ക്ലബിംഗ് ഓഫ് ഇൻകം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞ പോർഷൻസ് വായിച്ചു നോക്കിയാൽ മതി. ഇനി സ്പൗസിൻ്റെ ഇൻകം, ഇപ്പോൾ ഞാൻ എൻ്റെ സ്പൗസിന് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഓർഗനൈസേഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നതുണ്ടെങ്കിൽ, എന്താണ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? ഹാവിങ് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ സ്പൗസിന് അവിടെ 20% വോട്ടിംഗ് പവർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കമ്പനിയുടെ 20% ഓഫ് ഷെയർസിൻ്റെ ഹോൾഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് അവിടെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് പറയാം. അവിടെ ഞാനൊരു ജോലിക്ക് പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ഇൻകം ഇസ് ക്ലബ്ഡ് വിത്ത് ദി ഇൻകം ഓഫ് ഹസ്ബൻഡ് ഓർ വൈഫ് ഹൂസ് ടോട്ടൽ ഇൻകം ഇസ് ഗ്രേറ്റർ. ഇനി എൻ്റെ സ്പെഷ്യലൈസ്ഡ് സ്കിൽ ഉപയോഗിച്ചാണ് ഞാൻ അവിടെ ഇൻകം ഏൺ ചെയ്യുന്നതുണ്ടെങ്കിൽ അത് എൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും ടാക്സബിൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാനൊരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എൻ്റെ സ്പെഷ്യലൈസ്ഡ് സ്കിൽ ഉപയോഗിച്ചാണ് ഞാൻ ഇൻകം ഏൺ ചെയ്യുന്നത്. ആ ഇൻകം എൻ്റെ കയ്യിൽ തന്നെയാണ് ടാക്സബിൾ. ഇറ്റ് ഇസ് നോട്ട് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മൈ സ്പൗസ്. ഇനി എനിക്ക് ഒന്നിൽ കൂടുതൽ വീട് ഉണ്ടെങ്കിൽ, നമുക്കറിയാം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒന്നിൽ കൂടുതൽ വീടുണ്ടെങ്കിൽ ഒരെണ്ണം സെൽഫ് ഓക്കുപ്പൈഡ് ആയിട്ടും ഒരെണ്ണം ലെറ്റ് ഔട്ട് ഹൗസ് ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യാം. സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസിന്റെ ആനുവൽ വാല്യൂ നില്ലാണ്. ഇനി മറ്റേ ഹൗസ് നമ്മൾ ലെറ്റ് ഔട്ട് ഹൗസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വന്നാൽ അവിടെ ഇൻകം വരും. അതിന് പകരം ആ ഇൻകം അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഹൗസ് നമ്മൾ വേറൊരാൾക്ക്, അതായത് നമ്മളെ റിലേറ്റീവിന് അല്ലെങ്കിൽ നമ്മുടെ ഫാദർ ഇൻ ലോയ്ക്കോ അങ്ങനെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ourselves. ഓക്കെ, അവരുടെ ആർക്കാണോ ടാക്സ് ലയബിലിറ്റി കുറവ് അവർക്ക് വേണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്താൽ മാത്രമേ ഒരു ഇൻഡിവിജ്വലിന് ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ പറ്റൂ. അപ്പോൾ ദീസ് ആർ സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വൈൽ കീപ്പിംഗ് ഇൻ വ്യൂ while a particular individual is planning his tax. അപ്പോൾ ഇവിടെ ടാക്സ് പ്ലാനിങ് ഓഫ് ഇൻഡിവിജ്വൽസ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആ 5 ഹെഡിലുള്ള കാര്യങ്ങളും സ്പെസിഫൈ ചെയ്തിരുന്നു. നമ്മൾ ഓൾറെഡി നോക്കിയായിരുന്നു ടാക്സ് പ്ലാനിങ് ഇൻ ദ കേസ് ഓഫ് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സ്. ഈ 5 കാര്യങ്ങളും ഇൻഡിവിജ്വൽസ് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അവിടെ ഇതെല്ലാം അവിടെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. So that's all about the today's session. This is Asha SP signing off from Bosco Campus Vision.